ഹായ് കൂട്ടുകാരെ, പാത്തൂസ് ബ്യൂട്ടി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തന്ന് വന്നിട്ടുള്ളത് നൂൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നൂൽപുട്ട് ഇതുവരെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയവർക്ക് എന്തെങ്കിലും ശരിയാവായോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള നൂൽപുട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നൂൽപുട്ട് ശരിയാവാത്തവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എന്തായാലും ശരിയാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതവിടെ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ വെള്ളം എടുക്കാൻ നോക്കണം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള നൂൽപുട്ടിൻ്റെ പൊടി സാധാരണ നമ്മൾ പീടിയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പാക്കറ്റ് പൊടി, അതാണ് കേട്ടോ. നൂൽപുട്ട് പത്തിരൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടിയാണ്, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 6 തട്ടായിട്ടുള്ളതുണ്ട്. 3 തട്ട് ഒരു ട്രിപ്പിൽ വെച്ചെടുക്കുക, അങ്ങനെ ഇട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഇതിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൂൽപുട്ട് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊന്ന് ചെറുതായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട്. വെള്ളം വെട്ടി തിളക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒട്ടും തിളക്കാൻ പാടില്ല കേട്ടോ. വെള്ളം തിളക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതാ കുറച്ചീച്ച ഈ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചീച്ച ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നമ്മൾ മാവ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ വെള്ളം കൂടുതലാവാതെ തന്നെ മെല്ലെ ഇങ്ങനെ കുറച്ചീച്ച ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടൊന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലാണ് ഇട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചിലൊന്ന് നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടും. അച്ചിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അച്ചിലായാലും അതുപോലെ തട്ടിലായാലും എണ്ണ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും നോക്കുക കേട്ടോ. ഞാനിതാ നേരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അച്ചിലേക്ക് ഇത് രണ്ടാമത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അച്ചിലേക്ക് അങ്ങനെ റോള് പോലെ മാവ് ആക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്പൂണോട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ കൈയോട്ടാക്കിയിട്ട് അതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ലാവും ചെയ്യും. എന്നിട്ട് പിന്നെ അതിൻ്റെ അച്ചിൻ്റെ മറ്റേ ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാറ്റി വെച്ചുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ പീച്ച് കൊടുക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പീച്ചാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണുണ്ടോയെന്ന് അറിയില്ല. കാരണം ഒട്ടും നമുക്ക് ടൈറ്റൊന്നും ആവാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്നും ഇങ്ങനെ വല്ലാതെ ഞാൻ അമർത്തി പിടിക്കണമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതാ നല്ല എളുപ്പത്തിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ ആവി കൊളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. നല്ല ലെയറായിട്ട് തന്നെ ചെറിയ ലെയറായിട്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം മേലക്കൊന്നും പീച്ച് കൊടുക്കാതെ നെയ്സായിട്ടാണ് പീച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ നെയ്സായിട്ട് തന്നെ ഞാൻ പീച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയാലുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ആ സമയം ഞാൻ ഉണ്ടാക്കുന്ന നൂൽപുട്ടിൻ്റെ അച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ചില്ല് ഇതാ കണ്ടില്ലേ, ചെറിയ ഹോളാണ് കേട്ടോ. ഞാനിത് ഊരിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, അത്രയും ചെറിയ ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാറ്. എനിക്ക് ഇതിലുണ്ടാക്കിയാലാണ് തൃപ്തിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇതാ നൂൽപുട്ട് കുറച്ച് സമയമാകുമ്പോൾ ആയിട്ടുണ്ട്. ഇതാ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഞാനിതാ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട് കേട്ടോ. മാവൊന്നും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാ കണ്ടില്ലേ, തീരെ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. അതും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും നൂൽപുട്ട് ഇതുവരെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയത് ശരിയാവായോ, ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ശരിയാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് കടലക്കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും എന്ത് കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഒന്നും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.